യുഎഇയിലെ ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് സേവനത്തിൻ്റെ ദുരിതം തുടരുകയാണ്. പാസ്പോർട്ട് സേവനത്തിനായി ടെൻഡർ കിട്ടിയ മലയാളി കമ്പനിക്ക് നേരെ മറ്റുള്ളവർ നിയമപോരാട്ടം തുടങ്ങിയതോടെയാണ് വിഷയം വഷളായത്. അതേസമയം പ്രവാസികളെ സേവിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഏജൻസികൾ പരസ്പരം മത്സരിച്ച് കോടതി കയറുന്നത്. ഇതിനിടെയാണ് കേന്ദ്ര സർക്കാർ പ്രവാസികളുടെ ഉൾപ്പെടെയുള്ളവരുടെ പാസ്പോർട്ട് സേവന നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത്. ഇതും പ്രവാസികൾക്ക് മറ്റൊരു തിരിച്ചടിയാണ്. കൂനിന്മേൽ കുരു എന്ന പോലെ അവസ്ഥയാണ് ഇപ്പോൾ പ്രവാസികൾക്ക്. ഈ റിപ്പോർട്ടാണ് ആദ്യം. VLS ഉള്ള സമയത്ത് പല കേന്ദ്രങ്ങളിലായി പാസ്പോർട്ട് സർവീസുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റിക്കൊണ്ട് അൽഹിന്ദ് എന്ന ഒരു കമ്പനിക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ നിയമപരമായ കേസുകൾ ഇന്ത്യയിൽ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 16ഓളം കേന്ദ്രങ്ങളിൽ വലിയ സജ്ജീകരണത്തോടുകൂടി പാസ്പോർട്ട് സർവീസ് തുടങ്ങാൻ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും കഴിഞ്ഞ ജൂലൈ 2 മുതൽ വീണ്ടും കൗൺസിലേറ്റും എംബസിയെയും മാത്രം ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയിലാണുള്ളത്. ഇത് അങ്ങേയറ്റം ദുഷ്കരമായ രീതിയിലേക്ക് പ്രവാസികളുടെ ജീവിതത്തെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ആരുമില്ലാത്ത ഒരു സ്ഥിതിയിലായി. BLSും ഇല്ല, ഹിന്ദ് ട്രാവൽസും ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ കോൺസുലേറ്റിലേക്ക് ടെമ്പററി ആയിട്ട് ഇത് മാറ്റിയിരിക്കുന്നു. അത് ഭയങ്കര കെയോസാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ എംബസിയും കോൺസുലേറ്റും ഇത് എന്താ പറയുന്നത്, നമ്മുടെ പ്രവാസികൾക്ക് വളരെ നല്ല സർവീസ് ഈ ഒരു ഏജൻസി വഴി കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പം എല്ലാം താറുമാറായിരിക്കുന്നു. അതിന് അത്യാവശ്യമായി ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ പാവപ്പെട്ട പ്രവാസി മലയാളികൾ എന്ന് മാത്രമല്ല എല്ലാ ഇന്ത്യക്കാരും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെയാണ്. അതിൻ്റെ കൂടെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. എല്ലാ പാസ്പോർട്ടിൻ്റെ പുതിയ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ഭാരമേറിയ ചിലവ് എങ്ങനെ താങ്ങാൻ പറ്റും? 45 ലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികൾ കഴിയുന്ന UAEയിൽ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഈ സേവനങ്ങളെ ആശ്രയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ സാധാരണ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ, അടിയന്തര യാത്ര ആവശ്യമുള്ളവർ തുടങ്ങി ആയിരക്കണക്കിന് പേർ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രവാസികളുടെ പണം സ്വീകരിക്കുന്നതിൽ മാത്രം താൽപര്യം കാണിച്ച് അവരുടെ അടിസ്ഥാന സേവനങ്ങൾ ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല. വിദേശ രാജ്യങ്ങളിൽ ജോലി സംബന്ധമായും യുദ്ധസമാനമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് ഇപ്പോഴത്തെ ഈ പാസ്പോർട്ട് ഫീസ് വർധന വൻ ഇരട്ടടിയാണ് നേരിട്ടിരിക്കുന്നത്. ഇത് പിൻവലിക്കുവാൻ കേന്ദ്ര സർക്കാർ നിർബന്ധമാകണമെന്നും ഇതിലിടപെടാൻ കേരള ഗവൺമെൻറ് മുന്നോട്ട് വരണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഈ പ്രവാസികൾ എന്നുള്ളത് തന്നെ നമ്മൾ ഓരോ മാസവും നമ്മുടെ നാടിന് വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസികളെ സംബന്ധിച്ച് നമ്മളുടെ സമ്പത്തും സ്വത്തും തന്നെ നമ്മളെല്ലാം ഓരോ മാസവും അയച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഇന്ത്യൻ എക്കോണമി, ഇപ്പോൾ കേരള എക്കോണമി ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ ചങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊടുക്കുന്നതാണ്. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടി വരുന്ന ആളുകൾ ഇങ്ങനെ 10 വർഷത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ നാടിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് ഒരു മോണിറ്ററി വാല്യൂലായിട്ട് കാണരുത്. പകരം എന്താണെന്ന് വെച്ചാൽ അതൊരു അന്തസ്സോട് കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട്, ഒരു അഭിമാനത്തോട് കൂടിയിട്ട് നമ്മളെല്ലാ നാട്ടിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് ഇരട്ടിയാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നാട്ടിൽ ചിലപ്പോൾ ഒരു 1500 3000 രൂപയാക്കുന്നത് പോലെയല്ല. ഇവിടെ വരുന്ന സമയത്ത് അത് ആ കൺവേർഷൻ റേറ്റ് അപ്പോൾ ഒരു 290 300 ദിറം കൊടുത്തിരുന്നിടത്ത് ഒരു 500 ദിറത്തിൻ്റെ മുകളിലേക്ക്, അതായത് ഇന്ത്യൻ രൂപയിൽ വെച്ച് നോക്കുമ്പം ഒരു പാസ്പോർട്ട് ഒരു 4 അംഗ ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ 15,000 രൂപ തൊട്ടിട്ട് ഒരു 60,000 രൂപയാണ് ഒരു 4 മെമ്പർ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അത് റിന്യൂവലിന് വേണ്ടി മാത്രം വരുന്നത്. ഗൾഫ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആ കൊടുക്കുന്ന പൈസയ്ക്ക് പറ്റുന്ന രീതിയിലൊരു സർവീസ് പോലും അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു ഇടുത്തി പോലെ അവരുടെ പാസ്പോർട്ടിൻ്റെ പൈസ കൂട്ടുന്നതിൽ. അങ്ങനെ നാളെ എന്ത് എന്നാലോചിച്ചിരിക്കുന്നിടത്ത് ഇത് ചെറുതല്ല. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ വേദനയോടുകൂടി നിൽക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ആ ഒരു മുറിവിൽ ഒരു കുത്തുന്ന പോലെയാണ് അവരെ സംബന്ധിച്ചൊരു ഫീൽ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഈ സമയത്തായിരുന്നില്ല. ഒരു പക്ഷേ നല്ല എക്കോണമി ഫ്ലറിഷ് ചെയ്യണ സമയത്താണെങ്കിൽ നമ്മളാരും ഒരു പക്ഷേ അത് ചിന്തിച്ചുകൊണ്ടതില്ല.
പ്രവാസികൾ പാസ്പോർട്ട് സംബന്ധമായ വിഷയവുമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ എംബസിയെയും അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പാസ്പോർട്ട് സംബന്ധമായ വിഷയം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ളത് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് എംബസി രാവിലെ 5:30 മണിക്ക് പോയിട്ട് ഈ വെയിലത്ത് 50 ഡിഗ്രി സെൽഷ്യസ് വെയിലത്ത് ക്യൂ നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേക്കാണോ ഇപ്പോൾ പോകുന്നത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ഏജൻസിക്ക് വേണ്ടത്ര വിശ്വാസ്യത, പാസ്പോർട്ട് ഡോക്യുമെന്റ്സ് കൊടുക്കാൻ വേണ്ടത്ര വിശ്വാസ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു വിഭാഗം ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.